ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ SIT. ഈ മാസം 22-ന് SITയുടെ കസ്റ്റഡി അപേക്ഷയും തന്ത്രിയുടെ ജാമ്യ ഹർജിയും കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ കോടതി നാളെ വിധി പറയും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ നാളെയാണ് വിജിലൻസ് കോടതി വിധി പറയുക. ദ്വാരപാലക ശില്പക്കേസിൽ അറസ്റ്റിലായി 90 ദിവസം പൂർത്തിയായതും ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കണമെന്നുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആവശ്യം. നേരത്തെ പോറ്റി സമർപ്പിച്ച 2 ജാമ്യ ഹർജികളും കോടതി തള്ളിയിരുന്നു. സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായാണ് തന്ത്രി കണ്ഠരര് രാജീവരെ വിശദമായി ചോദ്യം ചെയ്യാൻ SIT ആലോചിക്കുന്നത്. 22-ന് കോടതി കസ്റ്റഡി അപേക്ഷയോടൊപ്പം തന്ത്രിയുടെ ജാമ്യ ഹർജിയും പരിഗണിക്കും. സ്വർണ്ണ കവർച്ചയിൽ തന്ത്രിക്ക് പങ്കില്ലെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ അടക്കമുള്ളത് വിചിത്രമായ കാര്യങ്ങളാണെന്നുമാണ് തന്ത്രിയുടെ അഭിഭാഷകന്റെ വാദം. അതേസമയം കട്ടളപ്പാളി കേസിൽ അറസ്റ്റിലായ ദേവസ്വം മുൻ കമ്മീഷണർ N. വാസുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്തു. റിപ്പോർട്ടർ, കൊല്ലം.